എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് നാഷണൽ ഇൻകവും എക്കണോമിക് ഗ്രോത്തുമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസുകളായിട്ടുള്ള GDPയും GNPനെ കുറിച്ചുമാണ്. GDPനെ കുറിച്ചും GNPനെ കുറിച്ചും പഠിക്കുന്ന സമയത്ത് GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റുമാണ്. ഓക്കെ, അതിൽ GDP എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓർക്കുക അതിർത്തി എന്നോർക്കുക. ഓക്കെ, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിലെ GNPയുടെ കാര്യം പറയുന്ന സമയത്ത് ജനങ്ങൾ എന്ന് ഓർക്കുക. ഓക്കെ, ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പമുണ്ടായിരിക്കും. അതായത് GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാക്കുന്ന മൊത്ത ആഭ്യന്തര ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് റെമിറ്റൻസ്, അതായത് നമ്മുടെ എബ്രോഡ് നിന്ന് വരുന്ന റെമിറ്റൻസ് കണക്ക് കൂട്ടാറില്ല. അതായത് ഒരു ഇന്ത്യക്കാരൻ മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ ജോലി അതായത് നമ്മൾ ഗൾഫിലേക്കൊക്കെ പോകുന്ന ആൾക്കാരറിയാം. ഗൾഫിലേക്ക് പോകുന്ന ഒരു വ്യക്തി അയാളുടെ സാലറി നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്ന സമയത്ത് അത് നമ്മുടെ GDPയിൽ കണക്ക് കൂട്ടാറില്ല. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദ്യങ്ങൾ 100% ഉറപ്പായിട്ടും ചോദിക്കുക തന്നെ ചെയ്യും. ഓക്കെ, GDPനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് റെമിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമോ, ഫോറിനേഴ്സ് വന്ന് നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമോ, ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാക്കുന്ന മൊത്ത ആഭ്യന്തര ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത്. അതിൽ നമ്മുടേതായിട്ടുള്ളൊരു ഇന്ത്യൻ പൗരൻ മറ്റൊരു വിദേശ രാജ്യത്ത് പോയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന സാലറി നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്ന സമയത്ത് അത് നമ്മുടെ GDPയുടെ കൂടെ അത് കാൽക്കുലേറ്റ് ചെയ്യാറില്ല എന്ന് ഓർത്ത് വെക്കുക. അറ്റ് ദ സെയിം ടൈം തന്നെ മറ്റൊരു പൗരൻ, അതായത് മറ്റൊരു രാജ്യത്തെ പൗരൻ, ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കക്കാരൻ, അല്ലെങ്കിൽ ഒരു സ്വിറ്റ്സർലൻഡുകാരൻ, അല്ലെങ്കിൽ ഒരു ജർമ്മനിക്കാരൻ, അങ്ങനെ ആരെങ്കിലും ഒരാൾ നമ്മുടെ നാട്ടിൽ വന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അയാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയോ അയാളൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുകയോ എന്നൊക്കെ വിചാരിക്കുക. അത് നമ്മുടെ GDPക്ക് അത് കൗണ്ട് ചെയ്യുകയും ചെയ്യും. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് മറ്റു രാജ്യത്തെ പൗരന്മാർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതും എന്തിൻ്റെ കൂടെ കണക്ക് കൂട്ടും? GDPയുടെ കൂടെ കണക്ക് കൂട്ടും. ഇതാണ് GDP എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിക്ക് ഉള്ളിലുണ്ടാക്കുന്ന മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി NDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റാണ്. NDP എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, GDPയിൽ നിന്നും നമ്മൾ തേയ്മാന ചെലവ് അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നതിനെയാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ വലിയ വലിയ മെഷീനറികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനകത്ത് പാർട്സുകളൊക്കെ കംപ്ലൈൻ്റ് ആകാം, തേയ്മാനങ്ങൾ വരാം. ഇതിനെയൊക്കെ കുറച്ച് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. GDPയിൽ നിന്നും തേയ്മാന ചെലവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ NDP കിട്ടും. അതായത് കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. GDPനെ കുറിച്ചും GNPനെ കുറിച്ചും തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. GNPനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ജനങ്ങൾ എന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ പൗരന്മാർ ഒരു വർഷം ഉണ്ടാക്കുന്ന മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നമുക്കതിൻ്റെ GNP എന്ന് വിളിക്കാം. ഇതിലെന്ത് കൗണ്ട് ചെയ്യും? ഇതിൽ റെമിറ്റൻസ് ഫ്രം ദ എബ്രോഡ്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് പറയുവാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരു ഇന്ത്യൻ പൗരൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതും എന്തിൻ്റെ കൂടെ കണക്ക് കൂട്ടും? GNPയുടെ കൂടെ കണക്ക് കൂട്ടും. അതായത് ഒരു ഇന്ത്യൻ പൗരൻ ഗൾഫിൽ പോയിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, അയാൾ അവിടെ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ജോലി ആയിരിക്കാം. അതിൽ നിന്നും അയാൾക്കുണ്ടാകുന്ന വരുമാനം അയാൾ നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്ന സമയത്ത് അത് എന്തിൻ്റെ കൂടെ കണക്കാക്കും? GNPയുടെ കൂടെ കണക്കാക്കും. പക്ഷേ അത് GDPയുടെ കൂടെ കണക്കാക്കുമോ? ഇല്ലതാനും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം തന്നെ നമ്മുടെ രാജ്യത്ത് മറ്റൊരു വിദേശ പൗരൻ വന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അദ്ദേഹം ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു കമ്പനി എന്തെങ്കിലും സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ GNPക്കകത്ത് കണക്ക് കൂട്ടുമോ? ഇല്ലതാനും. GNPക്കകത്ത് ഇന്ത്യൻ പൗരന്മാരുടെ മാത്രം, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ പൗരന്മാരുടെ വരുമാനം മാത്രമേ GNPക്കകത്ത് കണക്ക് കൂട്ടാറുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇതാണ് GDPയും GNPയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി GDP തന്നിരുന്നാൽ GDPക്കകത്ത് നിന്നും എങ്ങനെ GNP കണ്ടുപിടിക്കാം? GDPയിൽ നിന്നും നമ്മുടെ പൗരന്മാർ വിദേശത്ത് പോയി ഉണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്നും
നമ്മുടെ നാട്ടിൽ വിദേശ പൗരന്മാർ വന്നിട്ടുണ്ടാക്കുന്ന വരുമാനം കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് GNP കിട്ടും. ഓക്കെ, അതായത് GNP എന്ന് പറയുന്നത് GDPയിൽ നിന്നും നമ്മുടെ പൗരന്മാർ വിദേശത്ത് പോയി ജോലി ചെയ്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരൊരു ബിസിനസ് തുടങ്ങി ഉണ്ടാക്കുന്ന വരുമാനം കൂട്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഏതെങ്കിലും വിദേശ പൗരന്മാർ ഉണ്ടാക്കുന്ന വരുമാനം, അത് മൊത്തം ഏതെങ്കിലും അല്ല കേട്ടോ, മൊത്തം വിദേശ പൗരന്മാരുണ്ടാക്കുന്ന വരുമാനം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും. ആ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇക്വേഷനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഓക്കെ, GDP എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക അതിർത്തിയാണ്, GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരന്മാർക്കാണ് പ്രാധാന്യം. ഓക്കെ, ആ കാര്യം ഓർത്ത് വെക്കുക. ഇനി NNP. ഓക്കെ, NNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഓക്കെ, NNP എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? NNP കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ കൂടെ NNPയുടെ കൂടെ ഇൻഡയറക്റ്റ് ടാക്സസ് കൂട്ടിയിട്ട് സബ്സിഡീസ് കുറയ്ക്കുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നത് എങ്ങനെയാണ്? NNP അറ്റ് ഫാക്ടർ കോസ്റ്റിനോട് കൂടി ഇൻഡയറക്റ്റ് ടാക്സസ് കൂട്ടിയിട്ട് സബ്സിഡീസ് കുറയ്ക്കുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് NNP കിട്ടും. ഓക്കെ, ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ഇതാണ് നമുക്ക് GDPനെ കുറിച്ചും GNPനെ കുറിച്ചും പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ.